കാരണം നമ്മള് ഒന്ന് ഫേമസ് ആയി വൈറലായിരുന്നു പറഞ്ഞിട്ട് യാത്ര ചെയ്തപ്പോ ആദ്യം ഒന്ന് കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ എനിക്ക് നോക്കാൻ പറ്റും. Hello guys, welcome to our YouTube channel. യോ മാൻ, അപ്പം മച്ചാന്മാരെ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വെറൈറ്റി ആളാണ്. അപ്പം ഞാൻ ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് അലിൻ ജോസ് പെരേരയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാം. അലിൻ ജോസ് പെരേര, ഓക്കെ, നിങ്ങളുടെ പുതിയ സിനിമകൾ ഇങ്ങനെ പോകുന്നു? പുതിയത് ഗുലാന്റെ തട്ടുകട, പിന്നെ ലാലേട്ടന്റെ റാം, പിന്നെ ചോല വിസ്കി എന്ന് പറഞ്ഞ റിയാസ് മുഹമ്മദ് ഖാന്റെ സിനിമ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ റിവ്യൂസിന് കുറച്ച് ഗ്യാപ്പ് എടുക്കാനാണ് പ്ലാനിങ്. ഇനിയിപ്പോ തിയേറ്റർ ഡാൻസ് പരവധി നിർത്തി, പിന്നെ തിയേറ്റർ റിവ്യൂസും ഒരുപാട് ചാനൽസ് ഇപ്പൊ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ പ്ലാൻ. തിയേറ്ററിലുള്ള ഡാൻസ് നിർത്തി എന്ന് പറയാൻ അതിനുള്ള പ്രശ്നങ്ങൾ വന്നോണ്ടാണോ? അത് തന്നെ ആയിരിക്കാം. തിയേറ്ററിൽ പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അപ്പൊ ഡാൻസ് പലർക്ക് ക്രിഞ്ചടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഇനാഗ്രേഷൻ വരുമ്പോഴാണെങ്കിൽ ഇനാഗ്രേഷൻ ഞാൻ പോയി സ്റ്റേജിൽ പോയി ഡാൻസ് കളിക്കാറുണ്ട്. അപ്പൊ സ്റ്റേജ് കിട്ടാത്തതുകൊണ്ടാണ് പണ്ട് തിയേറ്ററിൽ പോയി ഡാൻസ് കളിച്ചത്. ഇപ്പൊ സ്റ്റേജ് ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ കല്യാണ പരിപാടിയിൽ ഗാനമേള ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ആ ഒരു ഡാൻസ് രീതി ചെയ്യുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ നിർത്തി, പിന്നെ സിനിമകളിലും ഡാൻസ് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് സിനിമയുടെ ഉള്ളില്. തിയേറ്ററിൽ നിർത്തി ഇപ്പൊ മാന്യമായിട്ട് പോകുന്നു. മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി വെച്ചാൽ ഇപ്പോ പണ്ടാണെങ്കിൽ ഫിലിം വാച്ചിങ്ങും പറയാം. ഇപ്പോഴാണെങ്കിൽ ഹോബി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സ് വരും. അല്ലെങ്കിൽ കൂടുതലും ലേഡീസ് ഫ്രണ്ട്സിനായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാവും. ഒരു കാര്യം പറയാം, കമന്റ് കണ്ടിരുന്നു പെരേരയുടെ ഒരു പേജില്. കാരണം പെരേര ഇപ്പൊ സിനിമ ഷൂട്ടിൽ ഞാൻ പറഞ്ഞില്ല, റിയാസ് മുഹമ്മദിന്റെ ഇവിടെ ചെന്നിട്ടുള്ള ഫോട്ടോസ് ഇട്ടപ്പോൾ ഒരാളിട്ടങ്ങനെ കമന്റ്, നിങ്ങൾ ഇവിടെ നിന്ന് തെറി വിളിക്കുകയോ കമന്റ് ഇടുകയൊക്കെ ചെയ്തു, പക്ഷെ അവരുടെ ലക്ഷ്യം കണ്ടെത്തിയത് സിനിമ. അതിനുവേണ്ടിയാണ് അവർ ഈ കോപ്രായങ്ങൾ കാണിച്ചത്. അവർ കമന്റ് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നി. എന്താണെന്നറിയോ, ഇവനിപ്പോ കോമഡി മാസ്റ്റർ, അതുപോലെ മിന്നും താരം ടി വി ഷോയിൽ വന്നു, പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ് നൈറ്റിൽ വന്നു. അന്നേരമൊക്കെ ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവന്റെ ഉയർച്ച ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ചോല വിസ്കിയിൽ ഒരു വേഷം ചെയ്തു, പിന്നെ വിനീത് VS ഇവനെ വേറെ വർക്ക് ചെയ്യിപ്പിച്ചാണ്. ഇവന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവൻ പെണ്ണായിട്ട് ഞാൻ ആണായിട്ടുള്ളത് ട്രോള്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, കാര്യമുണ്ട്. കുടുംബം നോക്കുന്നില്ല, കുട്ടികളെ നോക്കുന്നില്ല എന്നൊരു പോസ്റ്റർ എടുത്ത് അടിച്ചിറക്കി. അത് മോശമായ കണ്ടായിരുന്നല്ലേ, ഒരു പോസ്റ്റർ ഇറക്കി. അപ്പൊ ഈ ഇറക്കുന്ന വ്യക്തി ഫേക്ക് ഐഡിയിലാണ്. അത് കാരണം പറയാനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ അന്നസായ കുടുംബം നോക്കണ്ട. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി സിനിമ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനി മുന്നോട്ട് ഇപ്പൊ തന്നെ ഈ ഇവിടെ വന്നിരിക്കാൻ ഞങ്ങൾ കാരണം എന്താണ്, സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമല്ല, അത് വെച്ച് പറയാം. കാരണം ഷിയാസ് കരീമും ദർഫന്റെയും കല്യാണം, ആ കല്യാണത്തിന് പോയ പിന്നെയാണ് ഒരുപാട് മാരേജ് ഫംഗ്ഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. എല്ലാ ഫംഗ്ഷന് എല്ലാവർക്കും കല്യാണം ചെറുക്കിന് വേണ്ടിയും കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്കും ചിലർക്ക് ചില സമയത്ത് ക്രിഞ്ചടിക്കും. നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മ, സൗഹൃദം, അതാണ് വിജയം. അതാണ് അക്കരെ നിന്നവളാരാണ്, നിന്നെ തേടി വന്നവളാരാണ്, നിന്നെ തേടി വരുമ്പോ പാട്ടിന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് അപ്പൊ നമ്മള് 50,000 തരാൻ. അപ്പൊ നമ്മളെ പാട്ട് പാടാൻ വേണ്ടി സിനിമയിലൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. സിനിമ ചുണ്ടിന്നലാണ് ഈ സൂപ്പർ താരം, കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം, പല 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 വേഷം കിട്ടി തലങ്ങും വിലങ്ങും മിമിക്രി കാട്ടി സിനിമ നടന താരം, തിളങ്ങി നിന്ന സ്റ്റാറുകളെ ചെറിയ മൂർത്തി കടത്തിവൻ ജനപ്രിയനായ താരം ദിലീപേട്ടൻ. സിന്താമ ഗ്ലാമർ ഉണ്ടായാൽ ആദ്യം കാണുന്നേരം പെണ്ണെന്ന് പ്രേമിക്കും. ഷാരൂഖ് ഖാന്റെ കാശില്ലാണ്ടാകുമ്പോൾ അമീർ ഖാന്റെ ഒപ്പം ഓടിപ്പോവും. ഓ സലാറ്റേ പെണ്ണുങ്ങളും തെങ്ങിലെ കയറണ കാലം, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങളുടെ കണ്ണ് കെട്ടെന്നറിയാം, തലയെറിഞ്ഞിട്ടെങ്കിലും പാപ്പടിഞ്ഞോളിക്ക് പെണ്ണുങ്ങൾ പോണില്ല. പെണ്ണിനെ കുറിച്ച് ഞാനൊരു വാക്ക് പറയാം. ഞാൻ സത്യം ആർച്ചയാണെന്ന് ചോദിച്ചില്ലേ, തെക്കലെ കാതലിക്കടപ്പിലായി ഓളെ കൊണ്ടു തലക്കടിച്ചു, എന്റെ തലമൊന്ന് ഭിത്തിമേലെ പടച്ചു, ഈ പയ്യന്റെ മൊഞ്ചുള്ള എത്ര ലവ് അടിക്കണമെന്ന് അറിയോ. അപ്പൊ അങ്ങനെ നമ്മൾ മാംകോയൊക്കെ പിടിച്ചു. പിന്നെ ജനാർദ്ദൻ ഞെള്ളേക്ക് കിടന്നു. നമസ്കാരം ഉണ്ട്, കട്ടപ്പോഴാണ് അടിയത്തി പ്രാവിന് ശേഷം ആര് വരും കൊച്ചാക്ക പോരാട്ട്. ഇത് നമ്മുടെ പെരേര സൗണ്ട് തോമയായിട്ട് പെരേര നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഈ സൗണ്ട് തോമ ചെയ്യുമ്പോ ഞാനാണോ അത് ഇവനാണോ നല്ലതെന്നല്ലോ ഞങ്ങൾ എടുക്കും. അപ്പൊ ഞാൻ ഒന്ന് ചെയ്യാം,
എങ്ങനെയാണ് ജോ? ഞാനും മേശനും ഒരുമിച്ച് പഠിച്ച. അപ്പൊ ഈ ഒരു സൗണ്ട് ആണോ ഇനി പെരേര എടുക്കുന്ന സൗണ്ടാണോ നല്ലത്? എന്നെ മുന്നേ സുന്ദരന ചില പിങ്ങനെ കോപടന പണ്ട് ഞാനോട് വീരണ കപ്പല് മുങ്ങിക്കോട്ടെ അടകടവിന് മുങ്ങിക്കോട്ടെ നിന്നെ കൊണ്ട് നീതി കേറുന്ന റോബർട്ട് തോമസ് അമ്മൂമ്മയെ കുറിച്ച് പാട്ട് എഴുതി, വീട്ടുകാരെ കുറിച്ച് ഒന്ന് പറ. ചില കുടുംബത്തിൽ നടക്കണ ഒന്നാണേ അന്നും ഇന്നും മാറ്റിടുന്ന അന്നും ഇന്നും പെണ്ണാണ് അമ്മുമ്മ പെണ്ണാണ് എന്നെ അമ്മുമ്മ പെണ്ണാണല്ലോ. ഇവളാണ് നമ്മുടെ അഗ്നീസ വാതല് തുറക്കടി വാതൽ അടക്കടി ജനല തുറക്കടി നമ്മുടെ അമ്മുമ്മ ഇടക്കുശി അമ്മുമ്മ അതും അഗ്നീസ അമ്മുമ്മ നമ്മുടെ അമ്മുമ്മ. ഓ ഡിസ്കോ അമ്മുമ്മ യോ അമ്മുമ്മ തരികട അമ്മുമ്മ. ജീവിതം എന്നാൽ ഇവൾക്ക് ഒരു പമ്പരം പോലെ, ജീവിതം മൊത്തത്തിലൊരു പമ്പരം പോലെ ഇട്ട് ആടുന്ന ഒരു വാതൽ അടക്കടി. ഒരു മകൻ ഗൾഫിൽ ജോലിക്കായി പോയപ്പോൾ തുടങ്ങി കുടുംബത്തെ കുറ്റങ്ങൾ പണിയടക്കുന്ന നമ്മുടെ അമ്മമ്മ ഇടക്കുച്ചി അമ്മമ്മ. ഇപ്പൊ സിനിമാ നടന്മാർ എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ബസ്സിലും KSRTC നടക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മള് ഒന്ന് ഫേമസ് ആയി വൈറലായെന്ന് പറഞ്ഞ ബസ്സിൽ യാത്ര ചെയ്തപ്പോ ആദ്യം ഒന്നും കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. അതുപോലെ യൂബറിലെ പോകാൻ പൈസ ഇല്ലെങ്കിൽ അതുപോലെ ആരാധകരാണ് സാറിനെ കാണാഞ്ഞിട്ട് അതുപോലെ ആരാധകര് വന്ന് കൂടുകയാണ്. ഇനി അങ്ങനെ ശല്യം ചെയ്യരുത് പെരമച്ചാനെ ഒത്തിരി ശല്യപ്പെടുന്നത് ഒത്തിരി ഇഷ്ടമല്ല. ലാസ്റ്റ് ഒരു പാട്ടും പാടാം. ഭൂതത്തിന്റെ എടുക്കുക. ഓക്കെ ഭൂതത്തിലെ ഭൂതം. ഓക്കെ ഇതാണല്ലേ ചിമ്മി ആളെ കൊള്ളനാണല്ലോ പിന്നാക്കൂ അടിപൊളി അടിപൊളി പടപടി നടുവിൽ പട്ടണ ഭൂതം ഞാൻ പൊടിപൊടി പടപടി ചുറ്റി നടക്കണയിട്ടടി ഭൂതം ഞാൻ ഭൂതം ഞങ്ങൾക്ക് ഭൂതം കൊന്തിരിമണി വേണം പാട്ടുപാടി ഞാൻ മറക്കും കൂട്ടുകൂട്ടരുമായി പാട്ടുപാടി ഞാൻ മറക്കും ഭൂതം ഭൂതം ഭൂതം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ അമ്മമ്മ പിന്നെ ഡാഡി ഗൾഫിലാണ്, പിന്നെ അനിയത്തി ബിടെക്കിന് പഞ്ചായത്ത് പഠിക്കുന്നു. എന്റെ കൺസെപ്റ്റിൽ ഇപ്പൊ തൽക്കാലം ഓൺലൈൻ വർക്ക് ഫ്രം ഹോം ഞാൻ ചെയ്യാറുള്ളത്. ബർത്ത്ഡേ വിഷ്, കല്യാണ വിഷ്, മാമോദീസ വിഷ്, വെഡിങ് വിഷ്, അങ്ങനെയൊക്കെ വെഡിങ് ആനിവേഴ്സറി വിഷ് ഒക്കെ ചെയ്യുമ്പോൾ പൈസ കിട്ടും. നമ്മുടെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം മൂവാറ്റുപുഴ. ഞാൻ പെരേരയെ കാണുന്നത് എനിക്ക് സിനിമ ചെയ്യാൻ സാധിച്ചു, ഒരു കടന്നൽ കഥ. ഓക്കെ. ആ സിനിമയ്ക്ക് മുമ്പ് ഞാൻ കോമഡി ഉത്സവം, ബമ്പർച്ചിരി, ഒരു കൂടി അങ്ങനെ പരിപാടികൾ ചെയ്തിരുന്നു. അപ്പൊ പെരേര തന്നെ, പെരേരയുടെ സുഹൃത്തും ഒരു ആർട്ടിസ്റ്റുമായ വഴികാട്ടുമായ ഒരു സുഹൃത്തുണ്ട് നമുക്ക് മൂവാറ്റുപുഴ. ഗുരുവല്ല, ഒരു മൂവാറ്റുപുഴയിൽ ഒരു സുഹൃത്തുണ്ട്, ഷാ മൂവാറ്റുപുഴ. ഷാ എന്ന് പറഞ്ഞ പയ്യൻ ആറാട്ടറിന്റെ കൂടെ ഒരു വർക്കിലൊക്കെ അഭിനയിച്ചിരുന്നു. നമ്മള് ചാരിറ്റി പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കോടിയിൽ വന്ന ചാരിറ്റി പ്രോഗ്രാമില്ലേ, റോഡ് സൈഡിൽ നിന്ന് പാടുന്ന പരിപാടി, ഒരു പേഷ്യൻസിന് വേണ്ടി. അങ്ങനെയാണ് ഞാൻ എത്തിയത്. ചാരിറ്റി പരിപാടി ഇത് 1 കോടി ഫ്ലവേഴ്സിലെത്തി. പിന്നെ എനിക്ക് തിലകൻ കലാപ്രതിഭാ പുരസ്കാരം കിട്ടിയത്. തിലകൻ അത് ഈ ചാരിറ്റിയുടെ പാട്ട് തിലകന്റെ മക്കളൊക്കെ തന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മെമ്പർഷിപ്പ് ചെയ്തായിരുന്നു. പിന്നെ ആറാട്ടമായിട്ട് പരിചയപ്പെട്ടു. ആറാട്ടനായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്നു. ഇടയ്ക്ക് പുള്ളി എന്തെങ്കിലും പറയെങ്കിലും പിന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. എന്റെ കളിയുടെ തീർന്നിട്ടില്ല.